ദീർഘനാളത്തെ ചർച്ചകൾക്കും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ അസം നിയമസഭ ഏകീകൃത സിവിൽ കോഡ് പാസാക്കി. BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ചരിത്രപരമായ നിയമനിർമ്മാണം നടത്തുന്ന രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനമായി ഇതോടെ അസം മാറി. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകൾക്കിടയിലാണ് സഭ ബില്ല് പാസാക്കിയത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ച ഏകീകൃത സിവിൽ കോഡ് ബിൽ 2026 അസം നിയമസഭ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, കുട്ടികളെ ദത്തെടുക്കൽ തുടങ്ങിയ വ്യക്തി നിയമങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജാതിമതഭേദമന്യേ ഒരേ നിയമം ബാധകമാകുന്നതാണ് ഈ ബിൽ. ബിൽ പാസ്സായതോടെ സംസ്ഥാനത്ത് നിലവിലുള്ള പല പരമ്പരാഗത വ്യക്തി നിയമങ്ങൾക്കും മാറ്റം വരും. ബിൽ അവതരണ വേളയിലും ചർച്ചാ സമയത്തും കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് അസം നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണിതെന്നും സംസ്ഥാനത്തെ വൈവിധ്യങ്ങളെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസും AIUDF ആരോപിച്ചു. ബില്ലിന്മേൽ കൂടുതൽ പഠനം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ വോട്ടിനിട്ടാണ് സഭ തള്ളിയത്. അതേസമയം ചില പ്രത്യേക ഗോത്രവർഗ വിഭാഗങ്ങളെ അവരുടെ പരമ്പരാഗത ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. ബിൽ പാസാക്കിയത് സംസ്ഥാനത്തെ മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ബാലവിവാഹം പോലുള്ള സാമൂഹ്യ തിന്മകൾ പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനും സഹായിക്കുമെന്നും ബിൽ പാസാക്കിയതിൽ സന്തോഷമുണ്ടെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. I am deeply privileged. I offer my gratitude to the all members of Assam Assembly for adoption of Uniform Civil Code. Now this bill will go for assent of Mahamuhim Rashtrapati ji. Once we get the assent, the bill will be implemented in Assam in letter and spirit. അസം UCC ബിൽ പാസാക്കിയതോടെ വരും ദിവസങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ നിയമനിർമ്മാണത്തിന് BJP സർക്കാരുകൾ മുതിരുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ജനം, ഡൽഹി.